സർക്കാർ സംബന്ധമായ ട്രഷറി പണമിടപാടുകൾക്ക് ഈ TR5 മൊബൈൽ എന്ന സൈറ്റിൽ കയറുക. യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിയുമ്പോൾ TR5 ഡിമാൻഡിൽ പ്രവേശിക്കുക. പണം അടയ്ക്കുന്ന ആളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കുക. ഹെഡ് ഓഫ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. സ്പെഷ്യൽ ഫീ, എക്സാം ഫീ, അതർ റെസിപ്റ്റ് എന്നിങ്ങനെ GRൽ അടയ്ക്കേണ്ട ഹെഡ് ഓഫ് അക്കൗണ്ട്സ് കാണാൻ പറ്റും. അതിലേതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. എമൗണ്ട് കൊടുക്കുക. റിമാർക്സിൽ എക്സാം ഫീ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീ എന്നിങ്ങനെ ആവശ്യമായത് ടൈപ്പ് ചെയ്ത് ചേർക്കുക. സബ്മിറ്റ് കൊടുക്കുക. പിന്നെ ഹോമിലേക്ക് പോയി പേ ഇൻ സ്ലിപ്പ് സെലക്ട് ചെയ്യുക. അവിടെ ഷോ കൊടുക്കുമ്പോൾ അന്നത്തെ ഡേറ്റിൽ ജനറേറ്റ് ചെയ്ത ചെല്ലാൻ ഡീറ്റെയിൽസ് വരും. ഡിസ്ട്രിക്ട്, ട്രഷറി എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജനറേറ്റ് പേ ഇൻ സ്ലിപ്പ് കൊടുക്കുക. അപ്പോൾ അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ ഡിനോമിനേഷൻ കൊടുക്കാനായി തെളിഞ്ഞു വരും. അത് കൊടുത്തു കഴിയുമ്പോൾ സക്സസ് എന്ന് കാണിക്കും. അവിടെ കാണുന്ന PDF ഫയൽ ഓപ്പൺ ആക്കുമ്പോൾ റെസിപ്റ്റ് കിട്ടും. ഇത് പ്രിൻ്റ് എടുത്ത് 2 കോപ്പി സൈൻ ചെയ്ത് സീലും അടിച്ച് ട്രഷറിയിൽ കൊണ്ടുപോയി പണമടയ്ക്കാം. PDയിൽ അടയ്ക്കേണ്ട പണമാകുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ഹോമിൽ പോയി TR5 ഡിമാൻഡിൽ പഴയതുപോലെ പേര്, മൊബൈൽ നമ്പർ, റിമാർക്സ് എന്നിവ കൊടുക്കുക. പിന്നെ റെമിറ്റൻസ് ഹെഡ് അല്ല കൊടുക്കേണ്ടത്. ആഡ് TSB റെസിപ്റ്റ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. അത് ചെയ്താൽ ആ റോയുടെ അങ്ങേയറ്റത്തുള്ള റെഡ് ബട്ടൺ ഓൺ ആക്കുക. അതിനുശേഷം TSB റെസിപ്റ്റിൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് നമ്പർ വരും. അതിൽ സെലക്ട് ചെയ്ത് എമൗണ്ട് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പേ ഇൻ സ്ലിപ്പ് എടുക്കാം. ഇതിൻ്റെ 3 പ്രിൻ്റുമായാണ് ട്രഷറിയിൽ പോയി പണമടയ്ക്കേണ്ടത്.
ഇനി QR കോഡ് വഴി ട്രഷറിയിൽ പോകാതെ തന്നെ പണമടയ്ക്കാം. ഹോമിൽ ചെന്ന് QR കോഡ് സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം പഴയതുപോലെ കൊടുക്കുക. റിമാർക്സും കൊടുക്കുക. പ്രൊസീഡ് ടു QR കോഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ QR കോഡ് തെളിഞ്ഞു വരും. ഗൂഗിൾ പേ ഉപയോഗിച്ച് പണമടയ്ക്കുക. വീണ്ടും ഹോമിൽ ചെന്ന് റിപ്പോർട്ട് സെലക്ട് ചെയ്യുക. സെർച്ച് കീയിൽ ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അടച്ച പണത്തിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക.